ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാലന്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7ാം ക്ലാസ്സിന് ട്യൂട്ടേഴ്സിൽ സോഷ്യൽ സയൻസ് ആയിരുന്നു, സാമൂഹ്യ ശാസ്ത്രം. കൂട്ടുകാരെ, ഇന്ന് ടീച്ചർ നമുക്ക് നൽകിയത് കുറച്ച് നോട്ട്സാണ്. കൂട്ടുകാർ ഈ നോട്ട്സ് എഴുതിയെടുക്കണമെന്നില്ല, കാരണം നിങ്ങളിത് 6ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇന്ന് എടുത്തിട്ടുള്ളത്. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ടീച്ചർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. കൂട്ടുകാരെ, ടീച്ചർ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, എന്താണ് ജനാധിപത്യ ഭരണ വ്യവസ്ഥ എന്നതാണ്. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നു. എ ഗവൺമെന്റ് ഫോംഡ് ബൈ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ ഈസ് കോൾഡ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. കൂട്ടുകാരെ, നമ്മൾ വോട്ട് ചെയ്ത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാറില്ലേ? അതിനെയാണ്, ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, ജനാധിപത്യ ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നത്. അടുത്തതായി ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ, നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ. A non-democratic government is formed by an individual or a group of individuals who establish power and rule the country according to their own interest. കൂട്ടുകാരെ, രണ്ടാളോ അല്ലെങ്കിൽ ഒരാളോ ചേർന്നിട്ട് ഇന്നു മുതൽ ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് അങ്ങനെയൊക്കെ പറയല്ലോ, ഇതാണ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തിയോ സ്വന്തം ഇഷ്ടപ്രകാരം, ജനങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും നോക്കില്ല, ജനങ്ങളൊന്നും തിരഞ്ഞെടുക്കുന്നതല്ല, സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന ഭരണക്രമത്തിനെയാണ് നമ്മൾ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തുമുള്ള ഗവൺമെന്റിന്റെ രൂപം നോക്കാം. ഭൂട്ടാനിലുള്ളത് ഭരണപരമായ രാജവാഴ്ചയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. ഇന്ത്യയിലുള്ളത് ജനാധിപത്യ ഭരണമാണ്, ഡെമോക്രസിയാണ്. ബ്രൂണയിലുള്ളത് സുൽത്താൻ ഭരണമാണ്, സുൽത്താനേറ്റ് ആണ്. മ്യാൻമറിലുള്ളത് പട്ടാള ഭരണമാണ്, മിലിറ്ററിയാണ്. കൂട്ടുകാർ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്ത്യയിലുള്ളത് ജനാധിപത്യ ഭരണ വ്യവസ്ഥയാണ്. കൂട്ടുകാരെ, ജനാധിപത്യ ഗവൺമെന്റിന്റെയും ജനാധിപത്യേതര ഗവൺമെന്റിന്റെയും വ്യത്യാസങ്ങൾ അഥവാ അവരുടെ ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ജനാധിപത്യ ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, സവിശേഷതകൾ നമുക്കിവിടെ പരിചയപ്പെടാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ഇനി ജനാധിപത്യേതര ഗവൺമെന്റിന്റെ സവിശേഷത നോക്കാം. അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമോ അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരി നിയമത്തിന് അതീതനാണ്, കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. കൂട്ടുകാർക്ക് ഇപ്പോൾ എന്താണ് ജനാധിപത്യ ഗവൺമെന്റ് എന്നും ജനാധിപത്യേതര ഗവൺമെന്റ് എന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്നും എന്താണ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. Government formed by the representatives elected by the people is democratic government. Freedom of speech and rights of the people are legally ensured. Rulers are subjected to law. In a non-democratic government നോക്കാം. Power is passed or hereditarily or it is captured. Freedom of speech and rights of the people are limited. Ruler is superior to law because the law is decided by him. ഇനി എന്താണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്? ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ, മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ജനാഭിലാഷം മാനിക്കുന്നു. റെസ്പെക്ട്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. റൂളേഴ്സ് ആസ് വെൽ ആസ് പീപ്പിൾ ആർ സബ്ജക്റ്റഡ് ടു ദ സെയിം ലോ. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. റൂളേഴ്സ് ആർ ഇൻഡപ്റ്റഡ് ടു ദ പീപ്പിൾ. പിന്നെ നമ്മൾ കുറച്ച് അവകാശങ്ങളാണ് മനസ്സിലാക്കിയത്. എന്തിനുള്ള അവകാശങ്ങളാണുള്ളത്? ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ഇല്ലയോ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച്, സംഘടനാ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് അസോസിയേഷൻ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അവകാശങ്ങളാണ് അല്ലേ, റൈറ്റ്സ് ആണ്. നമുക്ക് ഉള്ള റൈറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്കും ഉള്ള റൈറ്റ്സ് ആണ്, അവകാശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവകാശങ്ങൾ? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. റൈറ്റ്സ് ആർ ദോസ് കണ്ടീഷൻസ് ടു ബി എൻഷ്യൂർഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി ഫോർ ദ ബെറ്റർ ലൈഫ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇറ്റ്സ് സിറ്റിസൺ ടു ഡെവലപ്പ് their talents and potentials.
ഇനി നമ്മൾ അവകാശ പത്രിക ദ ബിൽ ഓഫ് റൈറ്റ്സ് എന്താണെന്നാണ് മനസ്സിലാക്കിയത്. കൂട്ടുകാരെ, നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ അവകാശ പത്രിക. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. Every country incorporates a list of rights in their constitution. This list is known as the Bills of Rights. The Bill of Rights in India is known as the name Fundamental Rights. കൂട്ടുകാർ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഒരു പൗരന്, അതായത് നമുക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ ഒരു പട്ടികയാണ് നമ്മൾ ദ ബിൽ ഓഫ് റൈറ്റ്സ് അഥവാ അവകാശ പത്രിക എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ്. മനുഷ്യാവകാശം, ഹ്യൂമൻ റൈറ്റ്സ്, കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് അല്ലെ, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച്. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് ദാറ്റ് എവരി ഹ്യൂമൻ ബീയിങ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു. നമുക്കെല്ലാവർക്കും ലഭ്യമായിരിക്കേണ്ട അവകാശമാണ് മനുഷ്യാവകാശം അഥവാ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് അവകാശങ്ങൾ എന്താണ്, റൈറ്റ്സ് എന്താണ്, കടമകൾ എന്താണ്, എന്താണ് നമ്മൾ ഡ്യൂട്ടീസ്. നമുക്കുള്ള അവകാശങ്ങൾ നോക്കാം. സ്വാതന്ത്ര്യം എൻ്റെ അവകാശം, കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്, വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്, വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻ്റെ അവകാശമാണ്, സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. ഇനി നമ്മുടെ കടമകൾ എന്തൊക്കെയാണ് നോക്കാം. ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എൻ്റെ കടമയാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമയാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എൻ്റെ കടമയാണ്. രാഷ്ട്ര സേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. ഇനി കൂട്ടുകാർ ഗോത്ര സമൂഹം, ട്രൈബ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അല്ലേ. ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗോത്ര സമൂഹം. A group of people who live in a particular area and speak a language unique to them is called a tribe. ഒരു പൊതുപ്രദേശത്ത്, ഒരു സ്ഥലത്ത് താമസിക്കുകയും അവരുടേതായ ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങളെയാണ് നമ്മൾ ഗോത്ര സമൂഹം, ട്രൈബ്സ് എന്ന് പറയുന്നത്. 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി 35ഓളം ഗോത്ര സമൂഹങ്ങളുണ്ട്. As per the 1976 amendment of the Scheduled Caste Scheduled Tribe Act, there are 35 tribal groups in different parts of Kerala. കൂട്ടുകാരെ, ഇനി ഗോത്രവർഗ്ഗക്കാർ സംസാരിക്കുന്ന ഒരു പ്രത്യേക ഭാഷയിലെ ചില വാക്കുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥവും ഇവിടെ നൽകിയിട്ടുണ്ട്. വേണ്ടിയാര് എന്ന് പറഞ്ഞാൽ ഭാര്യ, വൈഫ്. വെത്താര് ഭർത്താവ്, ഹസ്ബൻഡ്. അപ്പൻ അച്ഛൻ, ഫാദർ. പേപ്പൻ അപ്പൂപ്പൻ, ഗ്രാൻഡ് ഫാദർ. മോളാറ് മകൾ, ഡോട്ടർ. മോനാറ് മകൻ, സൺ. ആച്ചി ചേച്ചി, സിസ്റ്റർ. ചാട്ടൻ ജ്യേഷ്ഠൻ, ബ്രദർ. ഇത് അവരുടേതായ ഒരു ഭാഷയാണ്. നമ്മൾ പറഞ്ഞത് യുണീക്ക് ലാംഗ്വേജ് ആണ്. ഗോത്രങ്ങളിൽ നിലനിന്നിരുന്ന ചില തൊഴിലുകളാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. സം ഓഫ് ദ ഓക്യുപ്പേഷൻസ് ദാറ്റ് വർ പ്രിവലന്റ് ഇൻ വില്ലേജസ്: മൺപാത്ര നിർമ്മാണം, പോട്ടറി മേക്കിംഗ്, കരകൗശല വസ്തു നിർമ്മാണം, ഹാൻഡിക്രാഫ്റ്റ്സ് മേക്കിംഗ്, തുണി നെയ്ത്ത്, വേവിംഗ്. ഇനി നഗര സമൂഹം, അർബൻ കമ്മ്യൂണിറ്റീൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൈവിധ്യങ്ങളുടെ കേന്ദ്രം, സെൻറ്റർ ഓഫ് ഡൈവേഴ്സിറ്റീസ്, പലവിധ തൊഴിലുകളുടെ ദേശം, ലാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻസ്, വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രം, സെൻറ്റർ ഓഫ് ലാർജ് ബിൽഡിങ്സ്, നാഗരിക ജീവിത രീതികൾ, അർബൻ ലൈഫ് സ്റ്റൈൽസ്, കൂടുതൽ ജനസാന്ദ്രത, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, ചേരി പ്രദേശങ്ങൾ, സ്ലംസ്. ഇനി നമ്മൾ നമ്മുടെ 12ാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. അതിലുള്ള നോട്ട്സ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് വിഭവങ്ങൾ, എന്താണ് റിസോഴ്സസ്. പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെയാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്. ദോസ് തിങ്സ് യൂസ്ഫുൾ ടു മാൻ ആൻഡ് ഒബ്റ്റെയിൻ ഫ്രം നേച്ചർ ആർ കോൾഡ് റിസോഴ്സസ്. പ്രകൃതിയിൽ നമ്മൾ കാണുന്നതും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളുമാണ് നമ്മൾ വിഭവങ്ങൾ എന്ന് പറയുന്നത്, റിസോഴ്സസ്. ഇനി പ്രകൃതി വിഭവങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതി വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. എന്താണ് നാച്ചുറൽ റിസോഴ്സസ്? ദി തിങ്സ് ഡയറക്റ്റ്ലി ഒബ്റ്റെയിൻഡ് ഫ്രം നേച്ചർ ആൻഡ് ആർ യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് നാച്ചുറൽ റിസോഴ്സസ്. കൂട്ടുകാരെ, അതിനുദാഹരണം എന്തൊക്കെയാണ്? കാറ്റ് അല്ലേ, കാറ്റ് അതിനുദാഹരണമാണ്. കൂടാതെ നമുക്ക്
കുറച്ച് ഉദാഹരണങ്ങൾ മനസ്സിലാക്കാം. കാറ്റ്, കൽക്കരി, ജലം, പ്രകൃതിവാതകം, സൂര്യപ്രകാശം, വനം, പെട്രോളിയം, മണ്ണ്, ഇരുമ്പയിര്. കൂട്ടുകാരെ, ഇതൊക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണ്, പ്രകൃതി വിഭവങ്ങളാണ്. പ്രകൃതി വിഭവങ്ങളിൽ തന്നെ ജൈവ വിഭവങ്ങളും അജൈവ വിഭവങ്ങളും ഉണ്ട്. ബയോട്ടിക് ആൻഡ് അബയോട്ടിക് റിസോഴ്സസ് ഉണ്ട്. ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജൈവ വിഭവങ്ങൾ എന്നും പറയുന്നു. ദ ലിവിംഗ് റിസോഴ്സസ് ആർ കോൾഡ് ബയോട്ടിക് റിസോഴ്സസ് ആൻഡ് നോൺ ലിവിംഗ് റിസോഴ്സസ് ആർ കോൾഡ് അബയോട്ടിക് റിസോഴ്സസ്. ഇനി പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്കാലത്തും ലഭ്യമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ. അത് ഏതൊക്കെയാണ്? വായു അല്ലേ, പിന്നെയോ ജലം, മണ്ണ്, ഇതൊക്കെ നമുക്ക് എക്കാലത്ത് ലഭ്യമായ വിഭവങ്ങളാണ്. ഇനി പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ. അത് ഏതൊക്കെയാണ്? കൽക്കരി ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. എക്കാലത്തും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. എവർ അവൈലബിൾ റിസോഴ്സസ്, എക്സ്ഹോസ്റ്റിബിൾ റിസോഴ്സസ്. കാറ്റ്, ജലം, സൂര്യപ്രകാശം, മണ്ണ്, വിൻഡ്, വാട്ടർ, സൺലൈറ്റ്, സോയിൽ, ഇതൊക്കെ എവർ അവൈലബിൾ റിസോഴ്സസ് ആണ്, എക്കാലത്ത് നമുക്ക് ലഭ്യമായ വിഭവങ്ങളാണ്. കൽക്കരി, ഇരുമ്പയിര്, പെട്രോളിയം, വനം, പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ്, ഫോറസ്റ്റ്, പെട്രോളിയം, അയൺ ഓർ കോൾ, ഇതൊക്കെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളാണ്. എന്താണ് വിഭവശോഷണം? വാട്ട് ഈസ് റിസോഴ്സ് ഡിപ്ലീഷൻ? അനിയന്ത്രിതമായ ഉപയോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം. ഡിക്രീസ് ഇൻ ദ അവൈലബിലിറ്റി ആൻഡ് ഡിറ്ററേഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് ഡ്യൂ ടു ദ റെക്ലെസ് യൂസേജ് ഈസ് കോൾഡ് റിസോഴ്സ് ഡിപ്ലീഷൻ. കൂട്ടുകാരെ, നമ്മൾ അനിയന്ത്രിതമായി നമ്മൾ നിയന്ത്രിക്കാതെ നിരന്തരം ഉപയോഗിക്കുകയാണ്. അതുമൂലം വിഭവങ്ങൾക്ക് അളവിലും അതിൻ്റെ ഗുണത്തിലും ഒക്കെ ഉണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ വിഭവശോഷണം, റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. നമ്മൾ അമിതമായി മണ്ണ് യൂസ് ചെയ്താൽ എന്താവും? അതിൻ്റെ അളവിലും കുറവ് വരും, അതിൻ്റെ ഗുണത്തിലും കുറവ് വരും. ഇതിനാണ് നമ്മൾ വിഭവശോഷണം, റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കാം. വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വം. ജുഡീഷ്യൽ ആൻഡ് കെയർഫുൾ യൂസ് ഓഫ് റിസോഴ്സസ് ആസ് വെൽ ആസ് ഗിവിംഗ് ഇനഫ് ടൈം ഫോർ ദം ടു റിപ്ലിനിഷ് ക്യാൻ കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്. കൂട്ടുകാരെ, വിഭവ സംരക്ഷണവും ഇന്ത്യയിലെയും കേരളത്തിലെയും നിയമങ്ങളാണ്. വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലെയും കേരളത്തിലെയും കുറച്ച് നിയമങ്ങൾ നോക്കാം. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് ആക്ട്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. പരിസ്ഥിതി സംരക്ഷണ നിയമം, നേച്ചർ കൺസർവേഷൻ ആക്ട്. ജലനിയമം, വാട്ടർ ആക്ട്. നെൽവയൽ സംരക്ഷണ നിയമം, ആക്ട് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. തണ്ണീർത്തട സംരക്ഷണ നിയമം, ആക്ട് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. ഇനി സുസ്ഥിര വികസനം എന്താണെന്ന് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സമീപനമാണ് സുസ്ഥിര വികസനം. വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരുത്താതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. നമ്മൾ മണ്ണും എല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അമിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ, ജലം, വെള്ളവും എല്ലാം നമ്മൾ അമിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകുമോ? നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകുമോ? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉണ്ടാകുമോ? ഇല്ല. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിതൗട്ട് കോംപ്രമൈസിങ് ദ റൈറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു ഫുൾഫിൽ ദ നീഡ്സ് ഈസ് ടേംഡ് ആസ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇനി ഇതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഊർജ്ജം ഉപയോഗം കുറയ്ക്കാം. ഊർജ്ജത്തിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാം. കവറുകൾക്ക് പകരം തുണി സഞ്ചികൾ ഉപയോഗിക്കാം. പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ അങ്ങനെ പ്രയോജനപ്പെടുത്താം. ആവശ്യത്തിന് മാത്രം വിഭവങ്ങൾ ഉപയോഗിക്കുക. പ്രകൃതിയിലേക്ക് മടങ്ങാം, സംരക്ഷിക്കാം. കാര്യം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു പ്രവർത്തനങ്ങളും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ഈ നോട്ട്സും ക്ലാസ്സൊക്കെ കൃത്യമായി കാണുക. എന്നിട്ട് ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങളത് 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.